ഗോപിക, കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലബാറിലെ ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജ്, നിരവധി നിരാലംബരായ രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്, അവിടെ ഈ ഉപകരണം ഇല്ലാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കോഴിക്കോട്ടെ ഒരു അവസ്ഥ എന്താണ് ഗോപിക? തീർച്ചയായും അജിൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനിശ്ചിതത്വത്തിലേക്ക് പോകുന്ന അവസ്ഥ തന്നെയാണ്. ഇത്തരത്തിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ പല ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടും. നിലവിൽ വിതരണക്കാർ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ഇന്ന് തിരിച്ചെടുക്കാൻ എത്തിയപ്പോൾ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും തിരിച്ചെടുക്കാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. HOD ഇല്ലാത്തതിനാൽ സ്റ്റോക്ക് പരിശോധിക്കാൻ സാധിക്കുകയില്ലെന്നും ഇന്ന് ഉപകരണങ്ങളുടെ സ്റ്റോക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ലെന്നാണ് ആശുപത്രി അധികൃതർ വിതരണക്കാരെ അറിയിച്ചത്. എന്തായാലും ഈ വിതരണക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം എന്തെന്നാൽ അവർക്ക് 16 മാസത്തോളമായി, കഴിഞ്ഞ മെയ് മാസം മുതൽ ഇത്തരത്തിൽ കുടിശ്ശിക നിലനിൽക്കുകയാണ്. എന്തായാലും ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് 2024 ഓഗസ്റ്റ് മുതൽ 2025 മാർച്ച് വരെയുള്ള കുടിശ്ശികയെങ്കിലും നൽകണമെന്നതാണ്. കാരണം അത്രയെങ്കിലും കുടിശ്ശിക ഇവർക്ക് നൽകിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇവർ ഇത്തരത്തിലുള്ള പാരന്റ് കമ്പനികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവർ ബാധ്യതയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുടിശ്ശിക ഉടൻ തന്നെ തീർത്തില്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇത് കൂടുതലായും ഈ രോഗികളെ തന്നെയാണ് ബാധിക്കുന്നത്. അജിൻ, തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഹാർട്ട് സർജറിയുമായി ബന്ധപ്പെട്ട ഉപകരണം ഇല്ലാത്തത് മൂലം മെഡിക്കൽ കോളേജുകളിൽ അനുഭവപ്പെടുന്നത്. അത് അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് രോഗികൾ അടക്കം ആവശ്യപ്പെടുന്നത്.